Hi dear students, good morning. നമ്മുടെ ഇലക്ടീവ് പേപ്പറായ ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി അഷുറൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടാണ് നാം പോകുന്നത്. എന്താണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്? ഈ ഒരു പേപ്പറിൽ മുഴുവനായിട്ടും ടെസ്റ്റിങ്ങുകളാണ്, പലതരത്തിലുള്ള ടെസ്റ്റിങ്ങുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആണ് ആദ്യം പറയുന്നത്. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ഈസ് എ വേ ഓഫ് ടെസ്റ്റിംഗ് the external functionality of the code by examining and testing the program code that realizes the external functionality. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ആണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. അതായത് പ്രോഗ്രാമിംഗ് കോഡ് ടെസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ തരത്തിലുള്ളതൊക്കെയാണ് എക്സ്റ്റേണൽ ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോഗ്രാം കോഡിങ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിന് ക്ലിയർ ബോക്സ് ടെസ്റ്റിംഗ് എന്നും ഗ്ലാസ് ബോക്സ് ടെസ്റ്റിംഗ് എന്നും ഓപ്പൺ ബോക്സ് ടെസ്റ്റിംഗ് എന്നും അങ്ങനെ പല പല പേരുകൾ ഉണ്ട്. ഈ ടെസ്റ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ മെയിനായിട്ട് രണ്ട് തരത്തിലുണ്ട്. സ്റ്റാറ്റിക് ടെസ്റ്റിംഗും ഉണ്ട്, സ്ട്രക്ചറൽ ടെസ്റ്റിംഗും ഉണ്ട്. അതായത് ഒന്ന് ഹ്യൂമൻ ബീയിങ് ആണ് നമ്മൾ നടത്തുന്ന ടെസ്റ്റിങ്ങും, ഒന്ന് മെഷീൻ വഴി റൺ ചെയ്തുകൊണ്ടുണ്ടാകുന്ന കണ്ടെത്തുന്ന ടെസ്റ്റിങ്ങും. അപ്പോൾ ഈ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒറ്റതിൽ പറയുന്നതാണ് ഒരു തരം ടെസ്റ്റിംഗ് ആണ് വേ ഓഫ് ടെസ്റ്റിംഗ് എക്സ്റ്റേണൽ ഫങ്ഷണാലിറ്റി ഓഫ് ദി കോഡ്. കോഡിങ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റിംഗ് ആണ് വൈറ്റ് ബോക്സ് ടെസ്റ്റ്. അതിൻ്റെ എക്സ്റ്റേണൽ ഫങ്ഷനാണ് കോഡിംഗ് എന്ന് പറയുന്നത്. ഇത് പ്രോഗ്രാം കൊണ്ട് റിയലൈസ് എക്സ്റ്റേണൽ ഫങ്ഷൻ പലതരത്തിലുള്ള പേരുകളുണ്ട്, അതും ഓർത്ത് വയ്ക്കുക. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ പ്രോഗ്രാം കോഡ് സ്ട്രക്ചർ ആൻഡ് ഇൻറ്റേർണൽ ഡിസൈൻ ഫ്ലോ. മെയിനായിട്ട് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ഫോക്കസ് ചെയ്യുന്നത് പ്രോഗ്രാമിംഗ് കോഡിങ്ങിൻ്റെ സ്ട്രക്ചർ, പിന്നെ അതിൻ്റെ ഫ്ലോ, ഡിസൈൻ ഫ്ലോ, ഡാറ്റ ഫ്ലോ, അത്തരം കാര്യങ്ങളാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ രണ്ട് തരത്തിലാണുള്ളത് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്: സ്റ്റാറ്റിക് ടെസ്റ്റിങ്ങും സ്ട്രക്ചറൽ ടെസ്റ്റിങ്ങും. എന്താണ് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് നോക്കാം. സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ഇസ് എ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് വിച്ച് റിക്വയർസ് ഓൺലി ദ സോഴ്സ് കോഡ് ഓഫ് ദ പ്രോഡക്റ്റ് നോട്ട് ദ ബൈനറീസ് ഓർ എക്സിക്യൂട്ടബിൾസ്. അതായത് സ്റ്റാറ്റിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ സോഴ്സ് കോഡ് മാത്രം അനലൈസ് ചെയ്യുക, നമ്മൾ എഴുതുന്ന കോഡിങ് മാത്രം അനലൈസ് ചെയ്യുക. അതിൻ്റെ ബാക്കിയുള്ള ഒരൊറ്റ ഫീച്ചേഴ്സോ എക്സിക്യൂഷൻ സംബന്ധമായ കാര്യങ്ങളോ ഒന്നും തന്നെ, എക്സിക്യൂഷണബിൾ എറേഴ്സ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളോ, ബൈനറീസ്, അതായത് അതിൻ്റെ ബൈനറി വാല്യൂസ് അതിനെക്കുറിച്ചൊന്നും ബോധമില്ല. കോഡിങ് എഴുതിയതിൽ തെറ്റുണ്ടോ തെറ്റില്ലേ എന്നുള്ളത് മാത്രം ടെസ്റ്റ് ചെയ്യുന്നതാണ് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ഡസ് നോട്ട് ഇൻവോൾവ് എക്സിക്യൂട്ടിംഗ് ദ പ്രോഗ്രാംസ് ഓൺ കമ്പ്യൂട്ടേഴ്സ് ബട്ട് ഇൻവോൾവ്സ് സെലക്ട് പീപ്പിൾ ഗോയിങ് ത്രൂ ദ കോഡ് ടു ഫൈൻഡ് ഔട്ട്. അതായത് മെയിനായിട്ട് ഇത് ഹ്യൂമൻ ബീങ്, നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നവർ സോഴ്സ് കോഡിലെ എറേഴ്സ് കണ്ടെത്തുന്ന രീതിയാണ് മെയിനായിട്ടും സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂഷനിൽ കണ്ടെത്തുന്ന എററല്ല, ബൈ ഹ്യൂമൻ ബീങ് കണ്ടെത്തുന്ന എററാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദ കോഡ് വർക്ക്സ് ത്രൂ അക്കോർഡിംഗ് ടു ഫങ്ഷൻ റിക്വയർമെൻറ്റ്സ്. The code has been written in accordance with the design developed earlier in the project life cycle. The code for any functionality has been missed out. The code handles errors properly. Static testing can be done by human or with the help of specified tools. സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ചെയ്യുന്നത് എന്താണ്, ഹ്യൂമൻ ബീയിങ് ആണ്. അതിനനുസരിച്ചുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള ടൂൾസും അണ്ടർസ്റ്റാൻഡിങ്ങും യൂസ് ചെയ്തുകൊണ്ടാണ് എറേഴ്സ് കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ഒരു എങ്ങനെയാണ് കോഡിങ്ങിലെ എറേഴ്സ് മനസ്സിലാക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ദ കോഡ് വർക്ക്സ് അക്കോർഡിംഗ് ദ ഫങ്ഷൻ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ടാണോ കോഡിങ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഫങ്ഷനാണോ അവിടെ നടക്കുന്നത്. പിന്നെ ഒന്ന്, ദ കോഡ് ഹാസ് ബീൻ റിട്ടേൺ ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഡിസൈൻ ഡെവലപ്ഡ് ഏർലിയർ ഇൻ ദ പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ. നമ്മൾ മുന്നേ ഓൾറെഡി നമുക്കത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാമിംഗ് കോഡ് ചെയ്യാം. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ളപ്പോൾ നമുക്കറിയുന്ന കാര്യമാണ് ഡിസൈനിങ് സ്റ്റേജ്, പിന്നെ വരുന്നതാണ് കോഡിങ് സെക്ഷൻ. അപ്പോൾ ആ ഡിസൈൻ ചെയ്ത പോലെ തന്നെയാണോ കോഡിങ് ഉള്ളത് എന്നുള്ളത് അനലൈസ് ചെയ്യുക, പ്രൊജക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ മാനർ ഒബേ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ദ കോഡ് ഫോർ എനി ഫങ്ഷണാലിറ്റി ഹാസ് ബീൻ മിസ്ഡ് ഔട്ട്. ഏതെങ്കിലും കോഡിങ്ങിൻ്റെ ഫങ്ഷൻ മിസ്സായിട്ടുണ്ടോ എന്നുള്ള കാര്യം. ദ കോഡ് ഹാൻഡിൽസ് എറേഴ്സ് പ്രോപ്പർലി.
കോഡിങ്ങിലെ എറേഴ്സ് എല്ലാം പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യാൻ കഴിയുന്നുണ്ടോ. സ്റ്റാറ്റിക് ടെസ്റ്റ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ബൈ ഹ്യൂമൺ, എങ്ങനെയാണ് ഒരു സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ഹ്യൂമൻ ബീയിങ് നടത്തുന്നത് എന്നാണ് ഞാൻ അടുത്ത് പറയുന്നത്. സംടൈം ഹ്യൂമൻ ക്യാൻ ഫൈൻഡ് എറേഴ്സ് ദാറ്റ് കമ്പ്യൂട്ടേഴ്സ് ക്യാനോട്ട്. ചില സമയം എന്താണ് ഹ്യൂമനാണ് എറേഴ്സ് കണ്ടെത്തുന്നത്, ചില എറേഴ്സ് കമ്പ്യൂട്ടറിനെ കണ്ടെത്താൻ കഴിഞ്ഞോളണം എന്നില്ല. ബൈ മേക്കിംഗ് മൾട്ടിപ്പിൾ ഹ്യൂമൻ റീഡ് ആൻഡ് ഇവാലുവേറ്റ് ദ പ്രോഗ്രാം വി ക്യാൻ ഗെറ്റ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് ആൻഡ് ദെർഫോർ ഹാവ് മോർ പ്രോബ്ലം ഐഡൻറ്റിഫൈഡ്. ഒരുപാട് ഹ്യൂമൻ ബീസ് ഒരു പ്രോബ്ലം ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കോഡിങ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള എറേഴ്സ് കണ്ടുപിടിക്കാനും പുതിയ സജഷൻസ് പറയാനും എല്ലാം കഴിയും. ബൈ മേക്കിംഗ് മൾട്ടിപ്പിൾ ഹ്യൂമൻസ് റീഡ് ആൻഡ് ഇവാലുവേറ്റ് ദ പ്രോഗ്രാം വി ക്യാൻ ഗെറ്റ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ്. ഒരുപാട് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിക്ക്. ഹ്യൂമൻ ഇവാലുവേഷൻ ഓഫ് ദി കോഡ് ക്യാൻ കമ്പയർ ഇറ്റ് അഗെയിൻസ്റ്റ് ദ സ്പെസിഫിക്കേഷൻ ഫോർ ദിസ് ആൻഡ് ദസ് എൻഷുറിംഗ് ദാറ്റ് ഇറ്റ് does that what is intended to do. This may not always be possible when a computer runs a test. Human evaluation of the code can compare. ഒരു ഹ്യൂമൻ ബീയിങ് നടത്തുന്ന കോഡിൻ്റെ ഇവാലുവേഷൻ എന്നുള്ളത് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് അഗെയിൻസ്റ്റ് ദ സ്പെസിഫിക്കേഷൻ ഫോർ ദിസ് ആൻഡ് ദസ് എൻഷുറിംഗ് വാട്ട് ഇൻറ്റൻഡഡ് ടു ഡു ദിസ് മേ നോട്ട് പോസിബിൾ കമ്പ്യൂട്ടർ റൺസ് എ ടെസ്റ്റ്. ഒരു കമ്പ്യൂട്ടർ എക്സിക്യൂഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്നതിലപ്പുറത്തേക്ക് ഹ്യൂമൻ ഇവാലുവേഷൻ കൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാനും ഉണ്ട്. പക്ഷെ അതേപോലെ തന്നെ തിരിച്ചും ഉണ്ട്. അതായത് ഹ്യൂമൻ ബീയിങ് ചെയ്യാൻ കഴിയുന്നതിൽ ഒരുപാട് നമുക്ക് മെഷീനറീസ് കഴിയും. പക്ഷെ ഒരു മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് വെച്ചുകൊണ്ട് നമുക്ക് അറിയുന്ന കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് കുറേ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. പക്ഷേ കമ്പ്യൂട്ടറിന് ആ ഒരു വേ ഓഫ് മെത്തേഡിൽ മാത്രം എറേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് രണ്ടും ഹ്യൂമൻ ബീയിങ്ങും മെഷീനും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസമാണ് ഈ സ്റ്റാറ്റിക് ടെസ്റ്റിങ്ങിൽ നമുക്ക് വിസിബിൾ ആവുക. എ ഹ്യൂമൻ ഇവാലുവേഷൻ ക്യാൻ ഡിറ്റക്റ്റ് മെനി പ്രോബ്ലം അറ്റ് വൺ ഗോ ആൻഡ് ക്യാൻ ഈവൻ ട്രൈ ടു ഐഡൻറ്റിഫൈ ദ റൂട്ട് കോസസ് പ്രോബ്ലം. ഒരു ഹ്യൂമൻ ഇവാലുവേഷന് ഒറ്റൊരു ഇതിൽ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു എററിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. മറ്റത് നമ്മളൊരു പ്രോബ്ലം ടെസ്റ്റിംഗ് എക്സിക്യൂഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ റൺ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന എറേഴ്സ് ചിലപ്പോൾ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഒരു ബ്രേസിൻ്റെ ഒരു കുറവായിരിക്കും. പക്ഷേ ആ ഒരു ബ്രേസിന് കുറയുമ്പോൾ 28 26 എറേഴ്സ് കാണിക്കും. നമ്മളെന്ത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും എത്ര തോന്നുന്നു എന്താ എറേഴ്സ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അതൊരു ബ്രേസിൻ്റെ എററാണ്. പക്ഷേ ആ ഒരു ബ്രേസിൻ്റെ എറർ നമുക്ക് പെട്ടെന്ന് ഒരു സോഴ്സ് കോഡ് ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ് കൊണ്ട് സംബന്ധിച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതേസമയം ഒരു മെഷീനിൽ കാണിക്കുമ്പോൾ അത് ഇത്രയും എറേഴ്സായിട്ടാണ് കാണിക്കുക. അതാണ് അതിലുള്ളൊരു മിസ്റ്റേക്കും. ബൈ മേക്കിംഗ് ഷുവർ മണി ടെസ്റ്റ് ദ കോഡ് ബിഫോർ എക്സിക്യൂഷൻ കമ്പ്യൂട്ടർ റിസോഴ്സസ് ക്യാൻ ബി സേവ്. ഓഫ് കോഴ്സ് ദിസ് കംസ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അപ്പോൾ മറ്റൊരു ടെസ്റ്റിംഗ് ആണ് എന്ന് പറയും. ബൈ മേക്കിംഗ് ഷുവർ മണി ടെസ്റ്റ് കോഡ് ബിഫോർ എക്സിക്യൂഷൻ കമ്പ്യൂട്ടർ റിസോഴ്സസ് ക്യാൻ ബി സേവ്. ഓഫ് കോഴ്സ് ദിസ് കംസ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സ് വഴിയുള്ള ടെസ്റ്റിംഗ് വഴിയാകുമ്പോൾ അത് കോസ്റ്റ് എക്സ്പെൻസീവ് അല്ല എന്ന് മീൻസ് മറ്റേതെന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രോഗ്രാമിംഗ് വഴിയുള്ള ഒരു ടെസ്റ്റിംഗ് ആണ്. മറ്റേ ഹ്യൂമൻ ബീയിങ് വഴി ടെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഒരു കോസ്റ്റോ അല്ലെങ്കിൽ എക്സ്പെൻസോ ഉണ്ടാവുന്നില്ല. അതൊരു കിട്ടുന്ന റിസോഴ്സ് നമ്മളുടെ ഇൻ്റലിജൻസും റിസോഴ്സസ് വഴി കണ്ടുപിടിക്കുന്ന എറേഴ്സാണ്. അതുകൊണ്ട് തന്നെ അതൊരു ബെനിഫിറ്റാണ്. എ പ്രോ ആക്റ്റീവ് മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് ലൈക്ക് സ്റ്റാറ്റിക് മിനിമൈസസ് ദ ഡിലേ ഇൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം. മറ്റൊരു മെത്തേഡാണെങ്കിൽ അത് സ്റ്റാറ്റിക് മെത്തേഡ് അല്ലാത്ത ടൈപ്പ് മെത്തേഡ്, അതായത് ഒരു ഹ്യൂമൻ ബീയിങ് അല്ലാത്തൊരു ടൈപ്പ് മെഷീനറി ഉപയോഗിച്ചുള്ള ടെസ്റ്റിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രോബ്ലം മനസ്സിലാക്കി നമുക്ക് ഒരുപാട് ഡിലേ വന്നേക്കാം, അതായത് സമയം വന്നേക്കാം. പക്ഷെ അതേ സ്റ്റാറ്റിസ്റ്റിക് ടെസ്റ്റിംഗ് കൊണ്ട് നമുക്ക് ആ ഒരു ഡിലേ മിനിമൈസ് ചെയ്യാൻ കഴിയും. സ്റ്റാറ്റിക് ടെസ്റ്റിങ്ങിൻ്റെ ഒരു ഗുണവും അതുതന്നെയാണ്. അതിനനുസരിച്ചുള്ള ഡ്രോബാക്കുകൾ വേറെ ഉണ്ടെങ്കിൽ പോലും ഇവിടെയുള്ള ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്കൊരു എറേഴ്സ് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഡിലേ കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക് ടെസ്റ്റിൻ്റെ മറ്റൊരു ബെനിഫിറ്റ്. പിന്നെ ഒരുപാട് മൾട്ടിപ്പിൾ മെത്തേഡ്സുകളുണ്ട് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യാനുള്ള. അത് അടുത്ത വീഡിയോയിൽ പറയാം. ഇതിനെ കുറച്ച് ലെങ്തായി പോകും, അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ പറയാം ആ ഒരു ഏതൊക്കെ മെത്തേഡുകളാണ്
ഏതൊക്കെ മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് അടുത്തിൽ പറയാം.